ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന രണ്ട് ഒക്കേഷൻസ്, അതായത് ഞങ്ങളുടെ വെഡ്ഡിങ് പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെന്റ്. അപ്പോൾ ഈ രണ്ട് ഒക്കേഷനിൽ ബാക്കി കുറെ ഇമ്പോർട്ടൻസ് നടന്നു പിന്നീട്. അപ്പോൾ ഈ രണ്ട് ഒക്കേഷനിലുള്ള ഡ്രസ്സ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെഡ്ഡിങ് നടന്നത് 2023-ലാണ്. അത് കഴിഞ്ഞ എൻഗേജ്മെന്റ് നടന്നത് 2021-ലാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഡ്രസ്സ് എന്റെ ഡ്രസ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചേട്ടൻ നോർമൽ വെഡ്ഡിങ്ങിന് ഇട്ടത് ഒരു കോട്ടൺ സ്യൂട്ടാണ്. പുള്ളിക്കാരൻ ഇട്ടത് ഒരു പിങ്ക് കളറാ. ഞാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഞാൻ ഈ വീഡിയോ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ആണ് ഇന്ന് ഞാൻ, ആ വീഡിയോസ് അല്ല സോറി, ആ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലൂടെ. ഓക്കെ. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സാണ്. അപ്പൊ എൻഗേജ്മെന്റ് ഡ്രസ്സിന് ഫസ്റ്റ് വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ്, അതായത് ഞങ്ങളുടെ വീട്ടുകാർ എടുക്കുന്ന, ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു ഡ്രസ്സ് ഇടും. ദെൻ അത് കഴിഞ്ഞ് പയ്യന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സാണ് ഇട്ട് ഞങ്ങൾ മോതിരം കൈമാറുന്നത്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഇത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ എടുത്തത് സാരിയാണ്. അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു. ദാ ഈ റെഡ് അല്ല, നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു ചെറിയൊരു റെഡിഷ് ഷെയ്ഡ് പോലെ കാണും, പക്ഷെ റെഡ് അല്ല ഇത്. ഇതൊരു മെറൂൺ റെഡ് മിക്സ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കളറ്. അപ്പൊ ഞാൻ ആ ഒരു ബേസിൽ മേടിച്ചത്. ഇത് മേടിച്ചത് പോത്തീസിന്നാണ് മേടിച്ചത്. പോത്തീസിന്ന് ഞങ്ങളെ വീട്ടുകാര് പപ്പയും അമ്മയും ഞാനും അനിയനൊക്കെ പോയിട്ട് എടുത്തതാ. അപ്പൊ ഇതില് നമ്മുടെ സാമുദ്രിക പട്ട് എന്നൊക്കെ പറയും, ആ ഒരു ടൈപ്പിലുള്ള വെഡിങ് സാരി സെക്ഷനിലുള്ളതാണ്. സാമുദ്രിക പട്ട് ആ ഒരു സെക്ഷനിലുള്ള പട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അതിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഇങ്ങനത്തെ ചെറിയ, എനിക്ക് വലിയ ഡിസൈൻ വരുന്ന താല്പര്യമില്ല. അതായത് ഈ ഒരു പോർഷനിൽ വലിയ വലിയ ഡിസൈൻ വരുന്നതിനും താല്പര്യമില്ല. അപ്പൊ ഞാൻ ചെറിയ ഒരു ഡോട്ട് പോർഷൻസ് ഒക്കെ വരുന്ന ഇങ്ങനത്തെ ചെറിയ രീതിയിലുള്ള ഡിസൈൻ വരുന്നതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഈ ഒരു ബോർഡർ വരുമ്പോൾ കുറച്ച് നീളമുള്ള ബോർഡറാണ്. പക്ഷെ ഞങ്ങൾ ഉടുക്കുമ്പോഴത്തേക്കും നല്ല ഒതുങ്ങി നല്ല ഇതായിട്ടിരിക്കുന്ന സാരി. അപ്പോൾ ഇതാണ് എന്റെ എൻഗേജ്മെന്റിൽ ഞാൻ ഫസ്റ്റ് എന്റെ വീട്ടിൽ നിന്നിട്ട ഡ്രസ്സ്. അതായത് എൻഗേജ്മെന്റ് പോകുന്ന സമയത്ത്, മണ്ഡപത്തിലോട്ട് പോകുന്ന സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സ് ഇതാണ്. മണ്ഡപത്തിൽ പോകുമ്പോൾ ഫസ്റ്റ് ചടങ്ങ് അവർ കൊണ്ടുവരുന്ന ഡ്രസ്സ് കൈമാറുക എന്നാണ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ഡ്രസ്സ് ഞാൻ പിന്നീട് പോയി മാറ്റിയിട്ട് അതിലാണ് നമ്മുടെ റിങ് കൈമാറുന്നത്. അപ്പൊ ഇത് സാരിയാണ്. ബ്ലൗസ് വന്നിട്ട് ഇത്. ബ്ലൗസ് ഞാൻ വർക്കൊന്നും ചെയ്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് സമയം ഇടാൻ പറ്റത്തുള്ളൂ. ഇതൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുക, മണ്ഡപത്തിലോട്ട് പോവുക, അവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇതിട്ട് നിൽക്കത്തുള്ളൂ. ബാക്കി ഉടനെ തന്നെ നമ്മൾ അടുത്ത പയ്യന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അങ്ങനെ എനിക്കങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇതിട്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നോളൂ മണ്ഡപത്തില്. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടന്റെ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ് കൊണ്ടുവന്നു, ആ ഡ്രസ്സ് ഇടുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഞാൻ വർക്കൊന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ ഇതെന്റെ സാരി. സാരി കഴിഞ്ഞു. ഇനി ചേട്ടന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. ചേട്ടന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. പിന്നെ സാരി ഞാനിങ്ങനെ അലമാരയിൽ മടക്കി വെച്ചേക്കുമ്പോൾ ചില സമയങ്ങൾ, അതായത് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വെക്കും. നമ്മളെപ്പോഴും സാരി അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു മടക്ക് പോർഷനിൽ നമ്മളിപ്പോ ഒരു ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അവരൊരു മടക്ക് വീഴത്തില്ലേ, ആ മടക്ക് പോർഷനിൽ എന്തെങ്കിലും ആ ഒരു ലൈൻ വരാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സമയത്ത് വെയിലത്ത്, ജസ്റ്റ് ഒരു ഇളം വെയിൽ പോലത്തെ വെയിലില് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇട്ടേക്കും. ഇട്ടിരുന്നിട്ട് വീണ്ടും എടുത്ത് മടക്കി തിരിച്ച് രീതിയിലാണ് മടക്കി. അങ്ങനെ മടക്കിയും തിരിച്ചും വെക്കുന്നത് നല്ലതാ. സാരികൾ കേടാവത്തില്ല. അപ്പൊ ഞാനങ്ങനെ കുറച്ച് വെയിലത്തിട്ടിട്ട് ഇതിങ്ങനെ മടക്കി മടക്കി വെക്കുന്നതാണ്. അപ്പൊ ഞാൻ മെയിനായിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം, ഇന്ന് ഞാൻ ഇതെടുത്ത് ഒന്ന് വെയിലത്തൊന്ന് ഇടാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നൊരു ഐഡിയ വന്നത്. അങ്ങനെയാണ് സാരിയും ഈ ഡ്രസ്സുകളെല്ലാം കൂടെ ഞാൻ കാണിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ സാരി കഴിഞ്ഞു. ഇനി അടുത്ത ചേട്ടന്റെ അവിടെയുള്ള ഡ്രസ്സ്. ഞാൻ പറ്റുമെങ്കിൽ സൈഡിൽ ഒരു ഫോട്ടോ കൊടുത്തേക്കാം, ഫുൾ ഫോട്ടോ. അപ്പൊ ഇത് വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട്, വർഷങ്ങൾ മീൻസ് 2021-ലാണ് എൻഗേജ്മെന്റ് നടക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് ഇതിൽ നമ്മൾ ചെയ്ത സീക്വൻസ് വർക്കൊക്കെ കളർ പോയിട്ടുണ്ട്. ഞങ്ങൾ കാശി വർക്കൊക്കെ കൂടുതൽ ചെയ്യിപ്പിച്ച് കാണിച്ചു. കണ്ടോ, ഇതാണ് എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്. ഓക്കെ, ഇതാണ് എൻഗേജ്മെന്റ് ഡ്രസ് വരുന്നത്. അപ്പൊ ഇതില് കണ്ടോ, ഇവിടെ കയ്യിൽ ഇത്രയും ഹാൻഡ് വർക്ക് ഉണ്ട്.
കയ്യില് ഹാൻഡ് വർക്ക് ഉണ്ട്. അതിൽ ഈ കാശി വർക്കിന്റെ കളറാ പോയത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പോകും. അതുകൊണ്ട് കയ്യിലെ വർക്ക് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴുത്ത് പോർഷൻ വരുന്നത് ഈ ഒരു വർക്കാണ്. ഈ ഒരു വർക്ക് ബോഡി ഫുള്ളും ചെറിയ ചെറിയ വർക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഈ കയ്യിൽ ഇങ്ങനെ വെക്കും. പിന്നെ നമ്മുടെ കൈയിന്റെ എൻഡിൽ ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് പോർഷനിലും വർക്കുണ്ട്, കഴുത്തിലും ഉണ്ട്, ബോഡിയിലും ഉണ്ട് വർക്ക്. ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. പിന്നെ ഞാൻ ഇതിൽ മെയിനായിട്ട് എനിക്ക് എക്സ്പെഷ്യലി ഞാൻ അന്ന് കണ്ടുവച്ചത് എൻ്റെ ഇതില് കുഞ്ചലത്തില് ഞങ്ങളുടെ ലെറ്ററിന്റെ ഫസ്റ്റ് എ ആൻഡ് ആർ വേണമെന്ന്. അപ്പൊ ഞങ്ങളുടെ കുഞ്ചലത്തിൽ അതുണ്ട്, എ ആൻഡ് ആർ. അപ്പൊ ഞങ്ങൾ ഈ കുഞ്ചലം കൊണ്ട് സ്പെഷ്യലായിട്ട്. അപ്പൊ എന്റെ ഇത് കളർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, സ്കേർട്ടിന് ഈ കളറാണ്, ബ്ലൂ കളറാണ് എന്റെ സ്കേർട്ട്. ടോപ്പ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് പിന്നെ ഈ വർക്കിലൊക്കെ ബ്ലൂ ആണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ബ്ലൂ കളർ സ്കേർട്ട് ആയതുകൊണ്ട് ഇതിൽ കൂടുതലും ബ്ലൂ കളർ വർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. ബ്ലൂ വിത്ത് ഗോൾഡ്. ഇതെന്റെ ടോപ്പ് അത് കഴിഞ്ഞ് സ്കേർട്ട് കാണിച്ചു തരാം. സ്കേർട്ടിൽ വേറെ വർക്കൊന്നുമില്ല, ബ്രൊക്കേഡ് ടൈപ്പിലുള്ളതാണ്. കാണിക്കാൻ പ്രയാസം. ഇങ്ങനെ ഞാൻ കാണിച്ചു, കളർ കണ്ടല്ലോ, ബ്ലൂ കളർ. ഓക്കെ ആണല്ലോ. ബ്ലൂ സ്കേർട്ട് പോലെ നമ്മുടെ സാധാ ലെഹങ്ക ടൈപ്പ് തയ്ക്കത്തില്ലേ, സ്കേർട്ടും ടോപ്പും ദുപ്പട്ടയും ഈ ഒരു രീതിയിലാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഡ്രസ് ചെയ്തത്. അതിൽ സ്കേർട്ടിലും അവരൊരു നല്ലൊരു കുഞ്ചലമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ഇത് സ്കേർട്ടിൽ ചെയ്ത് തന്നതാണ്. വേറെ സ്കേർട്ടിൽ വേറെ വർക്കൊന്നുമില്ല, സിമ്പിൾ ആൻഡ് ബ്രൊക്കേഡ് പോയിട്ട് അങ്ങനെയുള്ളത് കൊണ്ട് ഇത് കൊള്ളാം. പിന്നെ ഇതില് ഒരു കോപ്പർ ഷെയ്ഡ്, ഒരു പിങ്കിഷ് കോപ്പർ പിങ്ക് എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഷെയ്ഡ് വന്നതുകൊണ്ട് ഞാൻ ടോപ്പ് ആദ്യം ഞങ്ങൾ ഈ മെറ്റീരിയലാണ് എടുത്ത്. ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു സെക്ഷനിൽ പോയിട്ടാ ഈ ഒരു മെറ്റീരിയൽ എടുത്ത്. രണ്ടും മെറ്റീരിയൽ മാത്രം എടുത്തു. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇത് ഞങ്ങൾക്ക് ചെയ്തത് നെയ്യാറ്റിൻകര പെറ്റൽസിലാണ്. അപ്പൊ നെയ്യാറ്റിൻകരക്കാർക്കൊക്കെ അറിയാം, ട്രിവാൻഡ്രംകാർക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാം, കാരണം പെറ്റൽസ് അറിയപ്പെടുന്ന കട തന്നെയാണ്, ഷോപ്പ് തന്നെയാണ്, ഈ ബൊട്ടിക്ക് തന്നെയാണ്. സോറി. അപ്പോ അവിടെയാണ് ഞങ്ങളിത് ചെയ്യിപ്പിച്ചെടുത്തത്, നെയ്യാറ്റിൻകര പെറ്റൽസിൽ. എന്റെ വെഡ്ഡിങ്ങിന്റെ ബ്ലൗസും പെറ്റൽസിൽ തന്നെയാണ് ചെയ്തത്, നെയ്യാറ്റിൻകര. അപ്പൊ നമുക്ക് പോകാനും വരാനും എളുപ്പമാണ്, പിന്നെ നല്ല വർക്കുമാണ് അവർ ചെയ്തേക്കുന്നതെല്ലാം, നല്ല വർക്കാണ്. അപ്പൊ എന്റെ കയ്യിലെല്ലാം നല്ല ഹെവി വർക്കാണ് ചെയ്തത്. ആണോ, നല്ല വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇനി ഇത് ഈ കാശിയിലൊക്കെ നല്ല വർക്കൊക്കെ പോയി, കുറെ കളർ പോയി. അപ്പൊ ഇനി ഒന്നുകിൽ അത് മാറ്റണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്രേഷൻ ഇത് ചെയ്താൽ നല്ല ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ എൻഗേജ്മെന്റ്. ഇതിന്റെ ഒരു ദുപ്പട്ടയും കൂടെ ഉണ്ട്. ദുപ്പട്ട സെപ്പറേറ്റ് ഞങ്ങൾ മേടിച്ചതാ, ബ്ലൂ കളർ സ്കേർട്ടിന് യോജിക്കാൻ വേണ്ടിയിട്ട്. ബ്ലൂ കളർ അതിനകത്തേക്ക് ഇങ്ങനെ ചെറിയ ഒരു സീക്വൻസ് വർക്ക് പോലെ, സീക്വൻസ് അല്ല, ഒരു ഈ ഒരു മിനിക്കും പിന്നെ എന്തോ ഒരു പേൾസ് പോലത്തെ ചെറിയൊരു സംഭവം അങ്ങനെയൊക്കെ. ഷോള് വർക്കൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് അല്ലാതെ മേടിച്ചതാ ഷോൾ, ബ്ലൂ കളർ ഷോൾ. അപ്പൊ ഇത്രയാണ് എൻഗേജ്മെന്റ് ഡ്രസ്സ്, ഷോള്, ടോപ്പ്, പിന്നെ എന്റെ സ്കേർട്ട്. ഇത് മൂന്നായിരുന്നു എൻഗേജ്മെന്റ് ഡ്രസ്. ഓക്കെ, അപ്പോൾ എൻഗേജ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സാരി ആയിരുന്നു, അത് ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞ് ഈ ഒരു ഡ്രസ്സ്, ഇത് ചേട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഫസ്റ്റ് ഞങ്ങൾ അത് ഇട്ടുകൊണ്ടാന്ന് ഞാനത് പറഞ്ഞു ഓൾറെഡി. അത് കഴിഞ്ഞ് ഇതിട്ടിട്ടായിരുന്നു. ഞാൻ പറ്റുമെങ്കിൽ ഫോട്ടോസ് ഒന്ന് സൈഡിൽ കാണിക്കാൻ നോക്കാം അന്ന് ഇട്ടിരുന്നതൊക്കെ. ഓക്കെ, ഇനിയുള്ളത് വെഡ്ഡിങ്ങിന്റെ ആണ്. ഞാൻ വെഡ്ഡിങ് ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ മറന്നുപോയി. എൻ്റെ എൻഗേജ്മെന്റ് ഡ്രസ്സിൽ ഒരു അരപ്പട്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ബെൽറ്റ്, നമ്മുടെ ഈ അരയിൽ കെട്ടത്തിൽ ആ സംഭവം, അതിലും വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാ, എൻ്റെ ഇടയിൽ കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതായിരുന്നു എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് വരുന്നത്. ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ കല്യാണ തലേന്ന് ഉള്ള ഡ്രസ്സാണ്. അപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് ഒരേ ഒരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, വർക്ക് ചെയ്യിപ്പിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഓർത്തഡോക്സ് സ്റ്റൈലില് ഒരു മാരേജ്, അതായത് ഒരു
എന്താ പറയാ വടക്കോട്ട് അങ്ങ് അച്ചായന്മാരുടെ ഇടയിലൊക്കെ തലേന്ന് അവരൊരു മധുരം വെപ്പ് ചടങ്ങ് അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തില്ലേ. പക്ഷെ എനിക്ക് ആ ഒരു ചടങ്ങ് വേണമെന്നൊന്നുമില്ലായിരുന്നു. അത് അവർ ആ രീതിയിൽ ഇടുന്ന ഡ്രസ്സ്, അതായത് ആ ഒരു മൈൽഡ് കളർ, ഒരു സട്ടിലായിട്ടുള്ള ഒരു കളറ്, അതൊരു ക്രിസ്ത്യൻ ടച്ച് വേണം എന്നെനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ബ്രൈഡൽ ലുക്കിൽ നിന്ന് മാറാനും പാടില്ല. ആ ഒരു രീതിയിൽ എനിക്ക് ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കളർ ചൂസ് ചെയ്തത്. എല്ലാവരും അന്ന് കേട്ടു കുറച്ചുകൂടി ഡാർക്ക് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ ആ ഒരു ക്രിസ്ത്യൻ ടച്ച് വരുത്തുകയും വേണം, ഒരു ആ, ഒരു ഒരു ഓർത്തഡോക്സ് ടച്ച് വരുത്തണം എന്ന ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഈ കളർ സെലക്ട് ചെയ്തു. ഇതും അതുപോലെ തന്നെയാണ്. കളർ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മെറ്റീരിയൽ എടുത്തു. അത് കഴിഞ്ഞ് ബൊട്ടീക്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഡ്രസ്സ് ചെയ്യിപ്പിച്ചത് ആറ്റിങ്ങലിൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു ആന്റിയാണ്. അപ്പോൾ ആന്റി പിന്നീട് ഒരു ബൊട്ടീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആന്റി നന്നായിട്ട് വർക്ക് ചെയ്തു തന്നു എനിക്ക്. ഞാൻ പറഞ്ഞ രീതിയിൽ എന്റെ കുഞ്ഞമ്മയുടെ കെയർ ഓഫിൽ പോയതാ. അപ്പോൾ ഡ്രസ്സിലായാലും ടോപ്പിലായാലും സ്കേർട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല. എങ്കിലും സ്കേർട്ടിലും കുറച്ച് ഹൈലൈറ്റ് കൊടുത്ത് ആ ഒരു ഹൈലൈറ്റ് വർക്ക് ഇതിലും കൂടെ കൊണ്ടുവന്ന് നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം. ഫസ്റ്റ് ടോപ്പ് കാണിച്ചു തരാം. ടോപ്പ് വന്നിട്ട് സിൽവർ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു മിനിറ്റ്. ഇതാണ് എന്റെ ടോപ്പ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? സൺലൈറ്റ്. ഇതാണ് ടോപ്പ് വരുന്നത്. ഞാൻ ഇതിന്റെ മോഡല് ഞാൻ ഇട്ട രീതിയിലുള്ളത് ഞാനൊന്ന് സൈഡിൽ പറ്റുവാണെങ്കിൽ ഒന്ന് കാണിക്കാം. കാരണം ഇത് അന്നത്തെ ട്രെൻഡിങ് ആയിരുന്നു. അത് നമ്മുടെ സാരി ഡ്രേപ്പ് ചെയ്യത്തില്ലേ ആ രീതിയിൽ. ഇവിടെ തൊട്ട് നമ്മുടെ സാരി ഡ്രേപ്പിംഗ് പോലെ പ്ലീറ്റ് പ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് പുറകിലോട്ട് ദുപ്പട്ട ഇങ്ങനെ വരും. പുറകിലോട്ട് ദുപ്പട്ട ഇങ്ങനെ കിടക്കും. ആ ഒരു രീതിയിലുള്ളതാ. ഞാൻ കാണിച്ചുതരാം. ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. അതായത് ഇവിടെ നിന്ന് പ്ലീറ്റ് രീതിയിൽ പിടിച്ചിട്ട് ബാക്കിലോട്ട് നമ്മുടെ സാരിയുടെ ബാക്ക് പോർഷൻ കിടക്കത്തില്ലേ അതുപോലെ കിടക്കും. അപ്പൊ ഇതാണ് എന്റെ ടോപ്പ് വരുന്നത്. അപ്പൊ ഇതില് ഫുൾ വർക്കാണ്, ഹാൻഡ് വർക്കാണ്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ്. കണ്ടോ, ഇതെല്ലാം ഹാൻഡ് വർക്കാ. ഇത് അതിന്റെ ഷോൾ പോർഷൻ വരുന്നതാ. പിന്നെ അത് കഴിഞ്ഞ് കഴുത്ത് പോർഷൻ ഇതാണ് അതിന്റെ കഴുത്ത് പോർഷനൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ബോഡിയിൽ ചെറിയ 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 എന്റെ സ്കേർട്ടിന്റെ ആ ഒരു കളറിലുള്ള ചെറിയ വർക്ക് കൊടുത്തു, ചെറിയൊരു പൊട്ടി വർക്ക്. അത് കഴിഞ്ഞ് കയ്യില് എൻഡിലാണ് വർക്ക് കൂടുതൽ പറഞ്ഞത്. അപ്പൊ അത് മാത്രം ഇതിൽ കണ്ടോ. മെയിൻ ആയിട്ട് ഒരു സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പിന്നെ വരുന്ന ഗ്രീൻ ഉണ്ട്, റെഡ് വർക്ക്. അപ്പൊ ഒന്ന് ഹൈലൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനത്തെ കുറച്ച് വർക്കൊക്കെ ആൻറ്റി കൊടുത്തത്. അപ്പൊ ഓവറോൾ ഞങ്ങളൊരു ഡിസൈൻ അങ്ങ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മോഡലിൽ വേണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ഡ്രേപ്പ് സ്റ്റൈലിൽ വേണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷെ ഈ വർക്ക് എല്ലാം ചെയ്തത് ആന്റിയും ആന്റിയുടെ ഒരു ഫ്രണ്ടും കൂടി അവരുടെ ഐഡിയയിൽ ചെയ്തതാ. ഈ ഡിസൈൻ ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തതല്ല. എല്ലാം അവർ തന്നെ ഈ കളറും കളർ കോമ്പിനേഷൻസും ഡിസൈൻസും എല്ലാം ആന്റിയുടെ ഫ്രണ്ടും കൂടി ഡിസൈൻ ചെയ്തെടുത്ത് അവർ തന്നെ സെറ്റ് ചെയ്ത്. ഞാൻ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരു മോഡൽ വേണം, ക്രോപ്പ് ടോപ്പ് ആയിരിക്കണം, എനിക്ക് ഈ ഒരു പ്ലീറ്റ് മോഡലിലുള്ള ഒരു ഷോള് ദുപ്പട്ട വേണം, ഇങ്ങനത്തെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡിസൈൻ എല്ലാം ആന്റി സെറ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ ഇതിന്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ്സും ഉണ്ട്. കണ്ടോ, ഹാങ്ങിങ്സും ഉണ്ട്. അപ്പൊ ഇതാണ് എന്റെ ടോപ്പ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിൽ എൻഡ് വരെ ഇങ്ങനെ ഒരു ഷോൾ ഉണ്ട്. ഷോളിന്റെ അറ്റത്ത് വീണ്ടും ഹാങ്ങിങ്സ് ഉണ്ട്. ഫുള്ള് ഷോളാണ്. ഷോൾ നമ്മൾ സാരിയിൽ ഡ്രേപ്പ് ചെയ്ത് വെച്ചേക്കത്തില്ല, അതുപോലെ ഇരിക്കും. ഇടുമ്പോൾ ഇത് നമ്മുടെ പോർഷൻ, നമ്മുടെ ഷോൾഡർ പോർഷൻ ഇങ്ങനെ വരും. ബാക്കിലോട്ട് ഈ സംഭവം ഇങ്ങനെ കഴിയും. അങ്ങനത്തെ ഒരു മോഡലിലുള്ള ടോപ്പ്. പിന്നെ എന്റെ സ്കേർട്ട് വരുന്നത് ഗ്രീൻ കളറാണ്, പിസ്ത ഗ്രീൻ കളറാണ്. കാണിച്ചു. ഇതാണ് സ്കേർട്ട് വരുന്നത്, ഈ കളർ കണ്ടോ. സ്കേർട്ടിൽ മെയിൻ കളർ വരുന്ന ഗ്രീൻ ഉണ്ട്. പിന്നെ വരുന്നിട്ട് നമ്മുടെ സിൽവറും ഗോൾഡും. ഈ കളർ വന്നിട്ടുള്ളത് കൊണ്ടാണ് എന്റെ ടോപ്പില് ഞാൻ സിൽവർ എടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ചത് കുറച്ച് ഗ്രീനും നമ്മുടെ ഗോൾഡും ഒക്കെ ഹൈലൈറ്റ് ചെയ്താ എടുത്തേക്കുന്നത്. അതാണ് ഇത് നല്ലൊരു ചേർച്ചയായിട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡിസൈനിൽ ചെയ്ത് വന്നത്. കണ്ടോ, ഇതിൽ കണ്ടോ കുറച്ച് ഡാർക്ക് ഗ്രീൻ ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് കുറെ കൂടെ ഹൈലൈറ്റ്. അപ്പൊ അതിന് വേണ്ടി അത് അവിടെ ഹൈലൈറ്റ് കൊടുത്തത് കൊണ്ടായിരിക്കാം ആൻറ്റി ഇതാ ഇതില് ഇങ്ങനത്തെ ഒരു കുഞ്ചെല്ലാം ചെയ്ത് തന്നത്, ഗ്രീൻ ഒക്കെ ഹൈലൈറ്റ് ചെയ്ത്. അപ്പൊ ഇതാണ് എന്റെ സ്കേർട്ട് പോർഷൻ വരുന്നത്. സ്കേർട്ടിൽ വേറെ വർക്കൊന്നുമില്ല, പ്ലെയിൻ ആണ്, പ്ലെയിൻ സ്കേർട്ടാണ്. ഓക്കെ, അപ്പൊ ഇതെന്റെ വെഡിങ്ങിന്റെ തലയിൽ ഇട്ട ഡ്രസ്സാണ്. സ്കേർട്ടും പിന്നെ ഈ ഒരു ടോപ്പ്, നമ്മുടെ ലെഹങ്ക ടൈപ്പ്. അപ്പൊ ഇതാണ് എന്റെ റിസപ്ഷൻ ഡ്രസ്.
പിന്നെ ഞാൻ പറയില്ലേ കല്യാണം, ഇല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാം. നമ്മുടെ വെഡ്ഡിങ് ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഇന്നത് വേണം, ഇന്നത്. കാരണം ഓരോരുത്തരുടെ ലൈഫില് വെഡ്ഡിങ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലേ ഉള്ളൂ. വെഡ്ഡിങ്, എൻഗേജ്മെന്റ്, പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് മാരേജ്, അങ്ങനെ ആ ഒരു രീതിയിൽ. എങ്കിലും നമ്മുടെ ഒരു ലൈഫിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലേ ഉള്ളൂ. വെഡ്ഡിങ് ആയാലും വീട് വെയ്പ്പ്, ബാക്കി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒറ്റ പ്രാവശ്യമല്ലേ നടക്കത്തുള്ളൂ. അപ്പൊ നമ്മളത് അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അത്രയും നമുക്ക് സ്വപ്നങ്ങൾ കാണും. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഇങ്ങനത്തെ മേക്കപ്പ് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷൂട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വെഡ്ഡിങ് ഇവന്റ്സിനെ തന്നെ വിളിക്കണം. ഞങ്ങൾക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്തെന്ന ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. തലേന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഓർത്തഡോക്സ് രീതിയിൽ ഒരു ക്രിസ്ത്യൻ ടച്ച് വരണം എന്നുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ. കാരണം ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ആ ഒരു തീമായിരുന്നു. ക്രിസ്ത്യൻ തീം കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെഡ്ഡിങ്ങിനായാലും കിടിലൻ തീമായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വെഡ്ഡിങ് ഇവന്റ് ഒക്കെ ചെയ്ത് അവരായാലും സെറ്റ് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടും എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഓരോന്നിനും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ട്, ഓരോ സ്വപ്നങ്ങളുണ്ട്. അവർ ആ രീതിയിൽ അവർ ആ ഒരു എയിം വെച്ചിട്ട് ഓരോന്ന് ഡിസൈൻ ചെയ്യും. എന്റെ വെഡ്ഡിങ് നിശ്ചയിച്ച സമയത്ത് തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ഡിസൈൻ എന്റെ മനസ്സിൽ കണ്ടു. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് എന്തൊക്കെ നോക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കും. അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട്, ഞാൻ അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കും. ഇന്നത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഇങ്ങനത്തെ കൊള്ളാമായിരിക്കുമോ എന്ന് പപ്പയുടെ അമ്മയോടും ചോദിക്കും, അനിയനോടൊക്കെ. അവർക്ക് നിന്റെ ഇഷ്ടമാണ്, നിനക്ക് കംഫർട്ട് ആയിരിക്കണം, നല്ല നീറ്റ് ആയിരിക്കണം, നല്ല നന്നായിട്ടിരിക്കണം, കൊള്ളാമായിരിക്കണം എന്നുള്ളത്. പിന്നെ ആളുകൾ എന്ത് പറയോ, ചിലപ്പോൾ കുറ്റം പറയായിരിക്കും, ഇത് സിമ്പിൾ ആയിപ്പോയി, അല്ലെങ്കിൽ ഇത് ഓവറായിപ്പോയി, ഓവർ വർക്കാണ്, അല്ലെങ്കിൽ കളർ കൊള്ളത്തില്ല. അത് ഓൾറെഡി എല്ലാ മാരേജിലും നമ്മളെ സ്റ്റേജിൽ നിൽക്കത്തല്ലേ ഉള്ളൂ. താഴെ നിൽക്കുന്ന ഓഡിയൻസ് രീതിയിൽ നിൽക്കുന്ന നമ്മുടെ ഗസ്റ്റുകൾക്കെല്ലാം പരാതിയും പരിഭവങ്ങളെല്ലാം കാണും. അവരൊന്നും അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, ചിലപ്പോൾ കളർ കൊള്ളത്തില്ല, അല്ലെ ഓർണമെന്റ്സ് അത് വേണ്ടായിരുന്നു, യോജിക്കുന്നില്ല, ഹെയർ സ്റ്റൈൽ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് ഫിറ്റിംഗ് പോരാ, ഫിറ്റിംഗ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാം എല്ലാം തോന്നുന്നതാ. എല്ലാരും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ആ അഭിപ്രായം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യാൻ നിന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നന്നായിട്ട് നടക്കത്തില്ല. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം, നമ്മുടെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും എന്റെ ഇഷ്ടത്തിന് നല്ല രീതിയിൽ എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇട്ടു. അങ്ങനത്തെ ഡ്രസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നും ഡിസൈൻ ചെയ്തെടുക്കുന്നതിലും കാര്യമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടായിരിക്കും, നമുക്ക് അല്ലെങ്കിൽ ഇന്ന കളർ വേണം. ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പിൻട്രസ്റ്റിലോ എന്തെങ്കിലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ, ഓരോ ഡിസൈൻസ് ഓരോരുത്തർ ഇട്ടേക്കുന്ന മോഡലൊക്കെ കാണുന്നത്. അപ്പൊ അത് കാണുമ്പോൾ വിചാരിക്കും അതിലൊരു ചെറിയൊരു പോർഷൻ ആയിരിക്കും നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് ഐഡിയ എനിക്ക് കിട്ടിയായിരുന്നു. ആ ഒരു മോഡൽ ഇതിൽ കൊണ്ടുവരണം, ആ ഒരു ഹെയർ സ്റ്റൈൽ ഇങ്ങോട്ട് വരണം, ആ ഒരു ഓർണമെന്റ്സ് ഇങ്ങോട്ട് നിങ്ങൾ എടുക്കണം, ആ ഒരു കോപ്പി അടിക്കണം എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്റേതായ രീതിയിൽ ചെയ്തെടുത്തതാണ്. വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരും കൂടെ പറഞ്ഞു കൊള്ളാം, ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നെഗറ്റീവ്സ് കേട്ടു. അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, ഡ്രസ്സ് കളർ കൊള്ളത്തില്ല, ഡ്രസ്സ് ഫിറ്റിംഗ് പോരാ, ഹെയർ സ്റ്റൈൽ പോരാ, ഓർണമെന്റ്സ് സെറ്റ് ആയിട്ടില്ല, മേക്കപ്പ് പോരാ, ഒരുപാട് 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 കേട്ടു. പക്ഷെ ഞാൻ ഓക്കെ ആണ്, ഹാപ്പിയാണ്. പിന്നെ ചേട്ടനും ഇഷ്ടപ്പെട്ടു. ചേട്ടൻ അന്നൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. പുള്ളിക്കാരൻ കണ്ടിട്ട് ഭയങ്കര ഓക്കെ ആയി. തലേന്ന് പുള്ളിക്കാരന് വരാനൊന്നും പറ്റത്തില്ല, എങ്കിലും പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല അടിപൊളി ഡ്രസ്സാണെന്ന് പറഞ്ഞു, നന്നായിട്ടിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരന് ഞാൻ നേരത്തെ ഒന്നും ഫോട്ടോ അയക്കുകയോ വീഡിയോ കോൾ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് എന്റെ തലേന്നുള്ള ഡ്രസ്സ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടു. വെഡിങ് ഡ്രസ്സ് ഓൾറെഡി അവരെടുക്കുന്നത് കൊണ്ട് അവർ കാണും, ചേട്ടൻ കാണും. പക്ഷെ ഇത് കണ്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ തലേന്ന് ഞാൻ പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോ കോളൊക്കെ ചെയ്തത്. കാരണം പോകാനുള്ള തിരക്കിൽ എനിക്ക് നേരത്തെ വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ പോയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ നല്ല ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിപ്രായമായിരുന്നു. അങ്ങനെ കുറെ പേരെന്നല്ല, നമുക്ക് ഒരുവിധം ഫ്രണ്ട്സ് ഉള്ളവർ ഓക്കെ ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറെ നെഗറ്റീവ് സംഭവിച്ചത് ഫിറ്റിങ്ങിൽ ചെറിയ ചെറിയ പാളിച്ചകൾ വരാം, ചെറിയ എങ്കിലും മാക്സിമം എല്ലാം നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വേറെ വിഷയമില്ല അങ്ങനെ. പിന്നെ സ്കേർട്ടിലൊക്കെ ചെറിയ വെയിറ്റ് ഒക്കെ കൂടുതൽ, സ്കേർട്ടിന്റെ അടിയിലൊക്കെ ഇവർ ഒരുപാട് ഈ സംഭവങ്ങളൊക്കെ വയ്ക്കും, നമുക്ക് ആ ഒരു പഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പൊ അതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി ഒരു ഹെവിനെസ് ഫീൽ ചെയ്തു. അതായത് കുറച്ച് കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ പൊക്കി പൊക്കി ഇടേണ്ടിയൊക്കെ വന്നു സ്കേർട്ട്. കുറെ കഴിയുമ്പോൾ ഇങ്ങനെ താന്ന് വൈകുന്നേരം ചേട്ടൻ്റെ അടുത്തുള്ള റിസപ്ഷനിൽ സ്കേർട്ട് നല്ല വർക്കാണ്, അത് ഞങ്ങൾ റെഡിമെയ്ഡ് മേടിച്ചതാണ്. നല്ല വർക്ക്, ഹെവി വെയിറ്റ് ആണ്. ആ വെയിറ്റ് കാരണം എന്റെ സ്കേർട്ട് താന്ന് വരും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു. വീണ്ടും ഞാൻ പൊക്കി. പിന്നെ ഇത് കുറച്ച് ക്രോപ്പായി, തലേന്നിട്ട് ഞാൻ കുറച്ച് ക്രോപ്പായിട്ടാണ് ചെയ്തത്. കാരണം ഹാങ്ങിങ്സ് അതിൽ ചെയ്തത് കൊണ്ട് കുറച്ച് ക്രോപ്പായിട്ടാണ് ചെയ്തത്. അപ്പൊ ആ രീതിക്ക് ഞാൻ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ അവിടത്തത് ഞാൻ ക്രോപ്പായിട്ടല്ല ചെയ്തത് തലേന്നുള്ളത്. പക്ഷെ എനിക്ക് അത് മറ്റേ നമ്മുടെ സ്കേർട്ടിന്റെ വെയിറ്റ് കൊണ്ട് എനിക്ക് ഒട്ടും അത് കംഫർട്ട് ഇങ്ങനെ താന്ന് താന്ന് വരികയുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പൊക്കി 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 അതെനിക്കൊരു ഇതായിട്ട് തോന്നി. അങ്ങനത്തെ ചെറിയ ചെറിയ പാളിച്ചകളെ അല്ലാതെ വേറെ വലിയ വലിയ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്റെ ആഗ്രഹങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പൊ ആഗ്രഹങ്ങളിലെല്ലാം ഓക്കെ ആണ്. എല്ലാം നടന്നു. എന്റെ ഇഷ്ടപ്പെട്ട കളറ് അങ്ങനത്തെ ആ രീതിയില്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തു. എന്റെ കല്യാണമല്ലേ. അപ്പൊ എന്റെ ആവശ്യങ്ങളല്ലേ. ഞാനല്ലേ ഡിസൈൻ ചെയ്യണം. ഞാനല്ലേ ആഗ്രഹിക്കേണ്ടത്. എന്റെ ആഗ്രഹമല്ലേ നടക്കേണ്ടത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എന്റെ ഒരു ഇഷ്ടത്തിന്, എന്റെ ഒരു ആഗ്രഹത്തിന് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ അടുത്ത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ കൂടുതൽ ഇതാക്കുന്നില്ല. ഞാൻ അടുത്ത സെറ്റ് കാണിച്ചു തരാം. ഓക്കെ. അപ്പോ എന്റെ തലേന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്റെ വെഡ്ഡിംഗ് ഡ്രസ്സാണ്. വെഡ്ഡിങ്ങില് ഫസ്റ്റ് നമുക്ക് ഗൗൺ ആയിരുന്നു. എന്റെ കെട്ടിന് ഗൗൺ ആയിരുന്നു താലികെട്ട് സമയത്ത്. ഗൗൺ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്മുടെ ക്രിസ്ത്യൻ മലങ്കര കാത്തലിക് രീതി അനുസരിച്ച് തലയിൽ മന്ത്രകോടി ഞങ്ങൾക്ക് ഇട്ട് തരും. ആ മന്ത്രകോടിയാണ് ഞങ്ങൾ അടുത്ത ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഗൗൺ ആയിരുന്നു. അപ്പൊ ഗൗൺ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് വൈറ്റ് ഗൗൺ ആണ് ഞാൻ സെറ്റ് ചെയ്തത്. അതിന്റെ സംഭവമൊക്കെ വെളിയിൽ. ഓക്കെ. ഇതാണ് എന്റെ ഗൗൺ വരുന്നത്. ഇത് പൊക്കാൻ നല്ല പാടാ. കാരണം എൻജിന് നല്ല വർക്കുണ്ട്. കാണിക്കാൻ പറ്റുന്നില്ല. നല്ല ലെന്തുണ്ട്. കണ്ടോ? ഇതിന്റെ ഇത് ബാക്ക് പോർഷനാ. ഫ്രണ്ട് പോർഷൻ കാണിച്ചു. അതിന്റെ താഴെ എൻഡിൽ വർക്കുണ്ട് കുറച്ച്. ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ വെഡ്ഡിങ് ഗൗൺ വരുന്നത്. ഗൗണിന്റെ ഫ്രണ്ട് പോർഷനും ഇനി ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞങ്ങള് വാങ്ങിയത് ജയലക്ഷ്മിന്നാണ്. ട്രിവാൻഡ്രം ജയലക്ഷ്മിയില്. ഫസ്റ്റ് ഞാൻ പോത്തീസിൽ പോയി. പോത്തീസിൽ പോയിട്ട് അവരുടെ അടുത്ത് ഗൗൺ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോ അവർ ഗൗൺ കാണിച്ചു തന്നു. കൊള്ളാം, വർക്ക് കൊള്ളാം, ഡിസൈൻ എല്ലാം കൊള്ളാം. പക്ഷെ നമ്മൾ ഇടുമ്പോഴത്തേക്കുവേ ഓൾട്രേഷൻ പറ്റും. നമുക്ക് സൈഡ് അടിക്കാം. കൈയൊക്കെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഫുൾ കൈ ഇതുവരെയുള്ള കൈ തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനത്തെ കൈ വരത്തില്ല. ഒന്നുകിൽ ഷോർട്ട് കൈ അല്ലെങ്കിൽ ഇതുവരെ കൈ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനത്തെ മെറ്റീരിയൽ അകത്തുണ്ട്. ഒന്നുകിൽ ഷോർട്ട് കൈ. എനിക്ക് താല്പര്യമില്ല. എനിക്ക് വെഡ്ഡിങ്ങിന്റെ ആ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് ഇവിടം വരെ കൈ വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പോത്തീസിൽ എനിക്ക് നടന്നില്ല. അങ്ങനെ ട്രിവാൻഡ്രത്തെ മിക്ക ബൊട്ടീക് സെന്റർ ഉൾപ്പെടെ പലയിടത്തും ഞാൻ പോയി. പക്ഷെ എനിക്ക് നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന ജയലക്ഷ്മിയിലായിരുന്നു. ജയലക്ഷ്മിയിൽ അവരുടെ അടുത്തും കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർ കുറെ റെഡിമെയ്ഡ് സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നു. റെഡിമെയ്ഡ് എല്ലാം ഷോർട്ട് കൈ, പിന്നെ ഇതുവരെയുള്ള കൈ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് ഗൗൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആദ്യ കുർബാന കുഞ്ഞു പിള്ളേരൊക്കെ ഇടത്തില്ലേ, ആ ഒരു ടൈപ്പ് മോഡലാ. ഒരു ഭംഗിക്കുറവ്. നമ്മുടെ ഒരു ചെയ്തെടുത്ത ആ ഒരു രീതിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ മോഡൽ വേണ്ട. എന്നപ്പോ അവര് പറഞ്ഞു നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് പറയാന്ന് പറയും. ഞാൻ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്ക് ഇതുവരെ ഫുൾ കൈ തന്നെ വേണം. മോഡൽ എനിക്ക് കുഴപ്പമില്ല. വർക്ക് എനിക്ക് വലിയ ബോദറിങ് അല്ല. പക്ഷെ കൈ എനിക്ക് ഇതുവരെ വേണം. എനിക്കതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാം, ചെയ്തെടുപ്പിക്കാം. അവർക്ക് ഒരു ഗൗൺ ചെയ്ത് കൊടുക്കൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. അവര് എനിക്കൊരു ബുക്ക്ലെറ്റ് ഒക്കെ കൊണ്ടുവന്നു. ഞാൻ അതിൽ കുറെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഓരോ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുൾ കൈ അവർക്ക് ചെയ്തു തരാൻ പറ്റും എന്നൊക്കെ ഉള്ളത് പറഞ്ഞപ്പോൾ റേറ്റ് വന്നപ്പോൾ നല്ല റേറ്റ് വരും. നമ്മൾ ഈ ഗൗൺ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പൊ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് വെഡ്ഡിംഗ് ബ്ലൗസ് ഒക്കെ നല്ല വർക്ക് ചെയ്യിപ്പിച്ചെടുക്കും. പിന്നെ വൈകുന്നേരം റിസപ്ഷൻ ഡ്രസ്സ് അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ അവരുടെ പറഞ്ഞു എനിക്ക് എന്താണ് ഇതിന്റെ ഒരു ഓപ്ഷൻ എന്ന് കേട്ടു. അപ്പൊ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് റെഡിമെയ്ഡ് സംഭവം നിങ്ങൾ സെലക്ട് ചെയ്തോ, കൈ ഞങ്ങൾ ഓൾട്രേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹാപ്പിയായി. ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ എനിക്ക് ഓക്കെ ആണ്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ കിട്ടിയ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വെഡ്ഡിങ്ങിന്റെ ഗൗണിന്റെ ഡിസൈനും നമ്മുടെ ഈ കയ്യിൽ വെക്കുന്ന ഡിസൈനും മാറത്തില്ല എന്ന് കേട്ടു. അപ്പൊ അവര് പറഞ്ഞു ഒരിക്കലുമില്ല, നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത്, അതായത് ഗൗണിന്റെ അതിൽ എന്താണോ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് കയ്യിലും ചെയ്തു തരാം എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് ഹാപ്പിയായി. സംഭവം എനിക്ക് അവിടെ നിന്നാണ് സെറ്റ് ആയത്. വേറെ ഒരിടത്തും ഞാൻ ഒരുപാട് ഓട്ടം ഓടേണ്ടി വന്നു ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. എനിക്ക് ഒരിടത്തൊന്നും സെറ്റ് ആയില്ല. എന്നിട്ട് അവര് പറഞ്ഞു വെയിൽ കാണിക്കാം. വെയിൽ മീൻസ് നമ്മുടെ തലയിൽ വെക്കുന്ന നെറ്റ്. ഇത് കാണിക്കാന്ന് പറഞ്ഞു. ഇതും കാണിക്കാൻ പോയപ്പോ എല്ലാം ഈ കുഞ്ഞു പിള്ളേർ ഇടുന്ന ടൈപ്പാ. കൊച്ചു പിള്ളേര് ആദ്യ കുർബാനയ്ക്കൊക്കെ ഇടത്തില്ലേ, ആദ്യ കുർബാന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും. എനിക്ക് അതിലോടൊരു താല്പര്യമില്ല. പറഞ്ഞു ചെയ്യിപ്പിക്കാനും എനിക്കൊരു മനസ്സ് വരുന്നില്ല. കാരണം എല്ലാം ഡിസൈൻ ചെയ്തെടുക്കണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ അവിടുന്ന് അവര് പറഞ്ഞ ഒരു ഇതില് ഞാൻ അങ്ങനെ ഒരു റെഡിമെയ്ഡ് പോർഷൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ സെലക്ട് ചെയ്തു.
സെലക്ട് ചെയ്തിട്ട് അവർ കയ്യിൽ സെയിം വർക്കാ ചെയ്തേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ? അതായത് ഈ നെക്ക് പോർഷന്റെ ഡിസൈൻ കണ്ടോ? ഈ നെക്ക് പോർഷൻ, ഈ ഫ്രണ്ടിലെ പോർഷൻ, ഈ ഡിസൈൻ തന്നെയാണ് എനിക്ക് കയ്യിലും അവർ ചെയ്തു തന്നത്. കണ്ടോ? കൈ എനിക്ക് ഫുൾ കൈ തന്നെയാണ്, കയ്യിലും എനിക്ക് നല്ല വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ? ഫുൾ വർക്കാണ്. നമ്മുടെ ഈ നെക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും വരുന്ന അതേ ഡിസൈൻ തന്നെയാണ് എനിക്ക് കയ്യിലും ചെയ്തത്. ഞാൻ ഹാപ്പിയായി. സംഭവം ഓരോരോ ഡേറ്റും പറഞ്ഞു. പിന്നെ അവർക്ക് മിക്കയിടത്തും പറഞ്ഞു തന്നെ ഡേറ്റ് കറക്റ്റ് ടൈമിന് കിട്ടത്തില്ല. എനിക്ക് ഇന്ന സമയത്ത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ കറക്റ്റ് എനിക്ക് ആ ഒരു സമയത്ത് തന്നു. അങ്ങനെ ചേട്ടൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടെ വന്നാൽ ഞങ്ങളത് ഇടാൻ വേണ്ടി പോയത്. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ സംഭവം ഇടുന്നത്. ഇട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചേട്ടൻ്റെ വീട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ചേട്ടന് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ സാരി എടുക്കുന്ന എല്ലാവർക്കുള്ള ഡ്രസ്സ്, പിന്നെ എനിക്കുള്ള സാരി, ഇതെല്ലാം എടുക്കാൻ പോയത് ഒറ്റ ദിവസമാണ്. കാരണം ഒരു ദിവസം എല്ലാവർക്കും സമയമുള്ളൂ. ഒറ്റ ദിവസമാണ് പോയത്. അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞു ജയലക്ഷ്മിയിലാണ് ഗൗണ് നോക്കാനുള്ളത്. അവിടെയാണ് ഇങ്ങനെ അവരുടെ ഓൾറെഡി കൈ ഇങ്ങനെ ഓൾട്രേഷൻ പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനറിയാം, ചേട്ടനാണ് കൊണ്ടുപോയത്. അങ്ങനെ ചേട്ടൻ പിന്നെ നേരെ ഫസ്റ്റ് ജയലക്ഷ്മിയിലാണ് പോയത്. എന്നിട്ട് ഈ ഗൗൺ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞു. ഈ ഗൗൺ ഓക്കെ സെറ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോത്തീസിലോട്ട് വന്നിട്ടാണ് എൻ്റെ വെഡ്ഡിങ് സാരിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഗൗൺ വരുന്നത്. ഓക്കെ, ഗൗണിൻ്റെ നമ്മുടെ ഈ ഒരു പോർഷൻ, നമ്മുടെ ഹാഫ് പോർഷനിൽ ഫുള്ളും വർക്ക്, അവിടം വരെയും വർക്കാണ്. ഇവിടം വരെ വർക്ക് വന്നിട്ടാണ് പിന്നെ താഴോട്ട് നമ്മുടെ എൻഡ് പോർഷനിലൊക്കെ വരുമ്പം ഇവിടെ എല്ലാം ചെറിയ 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 ഇതുപോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തതിന് ശേഷമാണ് ഏറ്റവും താഴെ അവരിങ്ങനെ വീണ്ടും വർക്ക് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ യോക്ക് പോർഷനിലുള്ള അതേ വർക്ക് ഇവിടെ മുകളിലും കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ വെഡ്ഡിങ് ഗൗൺ വരുന്നത്. ഓക്കെ, നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. എല്ലാം നിർത്തി അവരടിച്ചത് പോലത്തെ ഒരു ഫിറ്റിംഗ് ആയിരുന്നു. അവർ കറക്റ്റ്, എനിക്ക് ഓൾട്രേഷൻ ഒരുപാടുണ്ടായിരുന്നു, നല്ല ലൂസായിരുന്നു. അവരെനിക്ക് കറക്റ്റ് ഓൾട്രേഷൻ രീതിയിൽ കറക്റ്റ് നല്ല രീതിയിൽ എനിക്കത് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവര്, ജയലക്ഷ്മിക്കാര്. അപ്പൊ ഇതാണ് എന്റെ വെഡ്ഡിങ് ഗൗൺ വരുന്നത്. ഓക്കെ, ഇതാണ് എന്റെ വെഡ്ഡിങ് ഗൗൺ. ഓക്കെ, അത് കഴിഞ്ഞതിന്റെ ഒപ്പം തന്നെ ഞാൻ വെയിൽ കാണിച്ചു തരാം. അപ്പൊ എന്റെ വെഡ്ഡിങ് വെയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വെഡ്ഡിങ് വെയിൽ വരുന്നത്. ഇതും അവര് കറക്റ്റ് എന്റെ ഗൗണിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എനിക്ക് അവർ കാണിച്ചു തന്ന വെയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല, എല്ലാം കുഞ്ഞു പിള്ളേരിടുന്ന ടൈപ്പാണ്, ആ ഒരു രീതിയിൽ തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചു, എനിക്കിത് ഇങ്ങനെ വേണം, ഗൗണിന്റെ അതേ ഒരു രീതിയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഗൗണിൽ കൊടുത്ത അതേ വർക്ക് തന്നെ ഇതിൽ ചെയ്യിപ്പിച്ചിട്ട്, പിന്നെ എനിക്ക് എൻഡില് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പേര് വെയിലില്, അത് അവർ കറക്റ്റ് നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? റോബി ആര്യ, റോബി ആര്യ എന്ന് അവർ കറക്റ്റ് വെയിലിൽ എനിക്ക് ചെയ്തത്. ഓക്കെ, അതൊരു ലവിനകത്ത് റോബി ആര്യ എന്നുള്ള രീതിയിൽ ചെയ്തത്. ഇതും ആഗ്രഹങ്ങളൊന്നായിരുന്നു. എൻ്റെ വെയിലില് അറ്റത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ വേണം എന്നുള്ളത്, ഇങ്ങനെ ഒരു മോഡൽ വേണം, ഞങ്ങളുടെ രണ്ടുപേരുടെ പേര്. അത് ഫോട്ടോയൊക്കെ അവർ ഒരുപാട് എടുത്തും തന്നു, നമ്മുടെ ഫോട്ടോഷൂട്ട് ചെയ്തവര്. അപ്പൊ അവരും നല്ല രീതിയിൽ ഇതൊക്കെ എനിക്ക് എടുത്തു തന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വെയിൽ വരുന്നത്. ഇനി വരുന്ന പിന്നെ ഇത് ഗൗണിന്റെ കൂട്ടത്ത് നമ്മുടെ ഗൗണിൽ നല്ല പഫ്നെസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവരത് നമ്മുടെ റെഡിമെയ്ഡ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ കുറെ ഇങ്ങനെ സംഭവമാണ്. ഞാൻ പറയാം, എനിക്ക് അങ്ങനത്തെ ഹെവി സാധനങ്ങൾ അടിയിൽ വേണ്ട. കാരണം എനിക്ക് ഇച്ചിരി സമയം, നമ്മുടെ ക്രിസ്ത്യൻ, നമ്മുടെ കാത്തലിക് മാരേജ് ഒക്കെ വരുമ്പോൾ 1-2 മണിക്കൂർ കൂടുതൽ നിൽക്കണം, 2 മണിക്കൂർ എങ്കിലും നിൽക്കണം പള്ളിക്കകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ വെയിറ്റ് വേണ്ട, ഒരു ഫ്രീ ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ അകത്ത് ഭയങ്കര സംഭവങ്ങളൊന്നും കൊടുക്കണ്ട, നല്ല പഫ്നെസ്. അപ്പൊ അവര് പറഞ്ഞു ശരി, അകത്ത് പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുത്തേക്കാം, അതിന് പകരം എക്സ്ട്രാ ഒരു സ്കേർട്ട് പോലെ ചെയ്തുതരാം, അതില് കമ്പി പോലത്തെ ഒരു സംഭവം കാണും, അതാവുമ്പോ ഇങ്ങനെ പഫ്നെസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, എനിക്ക് വലിയ പ്രശ്നവുമില്ല. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പോഴ് ഇതാണ് സംഭവം വരുന്നത്. കണ്ടോ? ഫുള്ള് നെറ്റ് ആണ്, നമ്മുടെ അണ്ടർ സ്കേർട്ട് ഇടത്തില്ല അതുപോലെ. ഇവിടെ എലാസ്റ്റിക് ഉണ്ട്, നമുക്ക് ഇത് അടിയിൽ സംഭവം ഇട്ടിട്ട് താഴെ ഈ കമ്പി പോർഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഗൗണൊക്കെ ഇങ്ങനെ നല്ല പഫ്നെസ് ആയിട്ട് സംഭവം ഇരിക്കുകയും ചെയ്യും, അതുപോലെ ഹെവി ഇത് തോന്നത്തുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എനിക്ക് അതൊക്കെ ഒരു നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നി. കാരണം നമുക്ക് ഒരു കംഫോർട്ട് സോണിൽ നിൽക്കാൻ പറ്റി. ഈ ഗൗൺ ആയാലും എനിക്ക് വലിയ ഹെവി ഒന്നും അടിയിൽ ചെയ്യാതെ, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞു. അത് ചെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഗൗൺ നിൽക്കുകയും ചെയ്തു, ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് കൊണ്ട്. അപ്പൊ ഇതാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ അവർ കയ്യിലിടാനുള്ള ഒരു സംഭവം കൂടെ തന്നു, ഞാനത് കാണിച്ചു തരാം. കയ്യിലിടാനുള്ള ഒരു സംഭവം കണ്ടോ? പക്ഷെ ഇത് ഞാൻ കയ്യിലിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്നാമത് കൈ എനിക്ക് ഇതുവരെ ഉണ്ട്,
ഇതുവരെ കൈയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വരുമ്പം തികച്ചും ഓവറായി പോകും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ആവശ്യം വന്നില്ല. സംഭവം ഇതുപോലെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതും ഞാൻ പറഞ്ഞില്ലേ സെയിം നമ്മുടെ ഗൗണിന്റെ അതേ ഇതില് അവര് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാണോ അവർ ചെയ്യിപ്പിച്ചാണെന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ അതേ ഡിസൈനിൽ തന്നെ അവരത് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഗൗണിലുള്ള. അപ്പൊ ഇതാണ് എന്റെ ഗൗൺ സെക്ഷൻ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഗൗൺ ഉണ്ട്, പിന്നെ ഗൗണിന്റെ അടിയിലുള്ള സംഭവം, പിന്നെ ഒരു വെയില്. പിന്നെ ഇതാ ഇതിന്റെ കൂട്ടത്തിൽ ഞാനെല്ലാം കൂടെ ഒരുമിച്ചൊരു പെട്ടിയിലാണ് ഒരുമിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ എന്റെ ക്രൗണും എന്റെ നമ്മുടെ ഹാരം ഉണ്ടല്ലോ, നെറ്റ് ഹാരം ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ ക്രൗൺ വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് ഞങ്ങൾ സേഫ് ആയിട്ട് വെക്കത്തില്ല. നമ്മുടെ കല്യാണ സാധനങ്ങളൊക്കെ നമ്മൾ എന്നും ഓർമ്മയിൽ ഇരിക്കേണ്ട സാധനങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഹാരം വന്നിട്ട്. നെറ്റ് പോർഷൻ വന്ന് നെറ്റിന്റെ ഇത് വന്നിട്ട് അതില് ഫ്ലവറിന്റെ ഒക്കെ ഡിസൈന് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇതൊന്ന് ഫോട്ടോക്കൊക്കെ കൊള്ളായിരുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹാരം വന്നിട്ട്. ഞങ്ങൾക്ക് ഈ പൂ ഒരു ടൈപ്പ് വേണമെന്ന് ഇഷ്ടമല്ലായിരുന്നു. കാരണം അപ്പോഴത്തെ ട്രെൻഡിങ് ലേറ്റസ്റ്റ് ട്രെൻഡിങ് അതായിരുന്നു. ഈ നെറ്റ് ഇത് വന്നിട്ട് ഇത് ഞങ്ങളുടെ ഇതില് അത് മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പൂവിന്റെ ഇത് വലിയ താല്പര്യമില്ല, രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പൊ ചേട്ടൻ തന്നെയാണ് ഇത് അവരുടെ അടുത്ത് പറഞ്ഞത് ഇത് മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതായി. ഇനിയുള്ളത് മന്ത്രകോടി സാരി, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി എന്റെ വെഡിങ് നമ്മുടെ സാരി, മന്ത്രകോടി സാരി. അപ്പൊ അത് എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒന്നില് ബോട്ടിൽ ഗ്രീൻ കളർ, അല്ലെങ്കിൽ ബ്ലൂ. കാരണം മെറൂൺ റെഡിഷ് ഷെയ്ഡൊക്കെ ഞാൻ എന്തായാലും എൻഗേജ്മെന്റിന് ഇട്ടു. അപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ ആയിരുന്നു. അങ്ങനെ ഞാൻ നോക്കി 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 എനിക്ക് കണ്ടെത്തിയത് എന്റെ മന്ത്രകോടി സാരി. ഇതായിരുന്നു എന്റെ മന്ത്രകോടി സാരി. ഒരു ഡാർക്ക് ബ്ലൂ കളർ, ആ ഒരു ഷെയ്ഡ്. ഇതിലും കണ്ടോ ചെറിയ ഡിസൈൻ ആണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഡിസൈൻ. പിന്നെ എനിക്ക് ആഗ്രഹം ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് വർക്ക്, താഴോട്ട് സ്ട്രിപ്പ് വർക്ക്, സ്ട്രൈപ്പ് വർക്ക് ആണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ആ ഒരു രീതിയിൽ തന്നെ അവർ എടുത്ത് തരുകയും ചെയ്തു. പോത്തീസിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ ഈ താഴോട്ട് സ്ട്രൈപ്പ് വർക്ക് വരുന്ന ഡിസൈൻ തന്നെ എടുത്തു. പിന്നെ അതിന്റെ താഴത്തെ പോർഷനും വലിയ ബോർഡറാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ വെഡിങ് സാരി സെക്ഷൻ ആയതുകൊണ്ട് ഇതൊന്നും ഹൈലൈറ്റ് ആവത്തില്ല. നമ്മളിത് ഹൈലൈറ്റ് ചെയ്ത് എടുത്താൽ മാത്രമേ ഇത് ഹൈലൈറ്റ് ആവത്തുള്ളൂ. പക്ഷെ ഒരു സത്തിലായിട്ട് ഇരിക്കുകയും ചെയ്യും. സംഭവം ഒരു ഡിസൈൻ നമ്മുടെ ഇതാണെന്ന് തോന്നുകയും ചെയ്യും. ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. നല്ലൊരു ഇതായിട്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് എന്റെ മന്ത്രകോടി സാരി എന്ന് പറയുന്നത്, ബ്ലൂ കളർ സാരി. ഇനി ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. സാരിയിൽ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പോഴല്ലേ ട്രെൻഡിങ് ആയത് സാരിയിലും കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത്. എങ്കിലും എനിക്ക് വലിയ വർക്കിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഇനി അടുത്ത ബ്ലൗസിലെ വർക്കും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എന്റെ ബ്ലൗസ്. ബ്ലൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കയ്യിലും ഹെവി വർക്കാണ്. അല്ലല്ലോ, ഇത് നമ്മുടെ സാരിയിൽ ഒരു കോപ്പർ ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് ഇവർ ഇതിൽ കോപ്പർ. അതിനൊക്കെ പെറ്റൽസ് ഇല്ല. ഞാൻ പെറ്റൽസ് എന്നല്ലേ, എല്ലാ ബോട്ടിക്കാരും അങ്ങനെ ഒരു സെൻസ് ഉള്ളവരാ. നമ്മുടെ സാരിയിലൊക്കെ എന്ത് ഡിസൈൻ ആണ് വരുന്നത്, ആ ഒരു എന്ത് കളർ പാറ്റേൺ ഡിസൈനാണ് വരുന്നത്, അതനുസരിച്ച് അവർ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കും. ഇപ്പൊ ഗോൾഡ് ആണെങ്കിൽ ഇതൊക്കെ ഗോൾഡ് കൊടുക്കുമായിരുന്നു. അവരിപ്പോ നമ്മുടെ സാരിയിൽ കോപ്പർ ഷെയ്ഡ് ആയതുകൊണ്ടാണ് അവരിതെല്ലാം ഒരു കോപ്പർ ഷെയ്ഡിലാണ് സെറ്റ് ചെയ്തത്, ഈ ഡിസൈൻസ് എല്ലാം. പിന്നെ അടുത്ത കഴുത്ത് പോർഷനിലും ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ. കഴുത്ത് സിമ്പിളാക്കി മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴുത്ത് സിമ്പിളാക്കി തന്നെ ചെയ്തു. കയ്യിൽ ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ട് എനിക്ക് വർക്ക് മതി. കാരണം ഇവിടെ നമുക്ക് ആ ഒരു ഞാൻ കാണിച്ചു തന്നില്ലേ സാരിയുടെ തുമ്പിൽ അത്രയും വർക്കായിരുന്നു, അത്രയും ഡിസൈനാണ്. ഞാൻ ആ ഡിസൈൻ മാത്രം ഹൈലൈറ്റ് ചെയ്താൽ മതി. ഇവിടെ എനിക്ക് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇത് വെച്ച് തന്നാൽ മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് അവർ കറക്റ്റ് ആ രീതിയിൽ തന്നെ ചെയ്തു. ഇവിടെ ചെറിയ ചെറിയ ഇത് കൊടുത്തിട്ട് കറക്റ്റ് നമ്മുടെ സാരിയുടെ ആ ഡിസൈൻ പോർഷൻ വരത്തില്ല, ആ ഒരു ഡിസൈൻ പോർഷൻ മാത്രം അവരെനിക്ക് ഇങ്ങനെ അത് ഹൈലൈറ്റ് ചെയ്ത്. ഇതാണ് എന്റെ ബ്ലൗസിലെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല വർക്കായിരുന്നു. അപ്പൊ ഇതും ചെയ്തത് പെറ്റൽസ് തന്നെയാണ്, നെയ്യാറ്റിൻകര പെറ്റൽസിൽ തന്നെയാണ് ചെയ്യിപ്പിച്ചെടുത്തത്. അപ്പൊ ഇതാണ് എന്റെ മന്ത്രകോടി സാരി ബ്ലൗസ്. ഓക്കെ, ഇനിയുള്ളത്
നമ്മുടെ റിസപ്ഷൻ, വൈകുന്നേരം റിസപ്ഷന്റെ ഡ്രസ്സാണ്. നല്ല ഹെവി ആണ്. എനിക്കത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ. ഞാൻ ഇനി അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി വൈകുന്നേരം റിസപ്ഷന്റെ ഡ്രസ്സാണ്. ചേട്ടന്റെ അവിടെയുള്ള റിസപ്ഷൻ, വൈകുന്നേരം പയ്യന്റെ റിസപ്ഷൻ ഉള്ളത്. അപ്പൊ അതിനുള്ള ഡ്രസ്സ്. അവിടെ ലെഹങ്കയാണ് എടുത്തിട്ടുള്ളത്. സെമി സ്റ്റിച്ചഡ് ആണ്. അത് പോത്തീസിൽ നിന്ന് തന്നെയാണ് എടുത്തത്. സെമി സ്റ്റിച്ചഡ് ആണ്. സ്കേർട്ട് അവര് ബാക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സൈഡൊന്ന് അടിച്ചെടുക്കുക. ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇതും പെറ്റൽസിനാണ് കൊടുത്തത്. വേറെ വർക്കൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. വർക്ക് ഓൾറെഡി അതിലുണ്ട്, ഹെവിയാണ്. ഹെവി വർക്കാണ് അതിൽ ഉള്ളത്. സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ബ്ലൗസ് പോർഷൻ വരുന്നത്. ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതതിന്റെ ഹാൻഡില് നെറ്റ് പോർഷൻ തന്നെയാണ്. നെറ്റില് ഒരുപാട് വർക്കുണ്ട്. പേൾ വർക്കാണ്. പേൾ വർക്ക് വന്നിട്ട് എൻഡില് കുറെ ഇങ്ങനത്തെ ഡിസൈൻസ് പല പല കളറിലുള്ള. പിന്നെ കഴുത്തിൽ വേറെ വർക്കൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ടോപ്പിന്റെ എൻഡിലുണ്ട്. എൻഡിൽ ഇങ്ങനത്തെ വർക്ക്. പിന്നെ കയ്യില്, രണ്ട് കയ്യിൽ ഇങ്ങനത്തെ വർക്ക്. അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ ഇഷ്ടത്തിനുള്ള കളറിൽ ഡാർക്ക് കളർ എടുക്കണമെന്ന് ഓപ്ഷനിൽ വന്നു. പക്ഷെ എനിക്ക് ഡാർക്ക് താല്പര്യമില്ല. വൈകുന്നേരം ഇങ്ങനെ ഒരു റിസപ്ഷൻ ഇങ്ങനെ ഒരു കളർ മതി എന്നുള്ളത്. ഈ കളറൊന്നല്ല, ഇങ്ങനത്തെ ഒരു മൈൽഡ് കളർ, ആ ഒരു രീതിയിൽ മതി എന്നുള്ളത് എനിക്ക് ആഗ്രഹമായിരുന്നു. ഒരു സട്ടിൽ കളർ, അങ്ങനെ എടുത്തതാ ഈ കളർ. ഓക്കെ, ഇത് നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് പോലെ, കുറച്ചും കൂടെ ഒരു ഡാർക്കാണ്. പക്ഷെ അത് കാണുമ്പോൾ ഇച്ചിരി ലൈറ്റാ സംഭവം. അപ്പൊ ഇതാണ് എന്റെ ബ്ലൗസ്. ഇനി എന്റെ സ്കേർട്ട് കാണിച്ചത്. സ്കേർട്ടാണ് ഹെവി, നല്ല ഹെവിയാ. എന്റെ ഷോൾ ഇതാണ്. ഷോളും കാണിച്ചത്. ഷോളും ഹെവി വർക്കാ. ഷോളും നല്ല ഹെവി. ഷോളിലും ദുപ്പട്ടയിലും സൈഡിലെല്ലാം ഇങ്ങനത്തെ വർക്കുകളുണ്ട്. ഫുള്ളി വർക്കാണ്. ഫുള്ളും ഇങ്ങനത്തെ ഡിസൈനും ഇങ്ങനത്തെ വർക്കുമാണ്. ഇടയ്ക്കെല്ലാം ഇങ്ങനത്തെ ചെറിയ 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 ടോപ്പ്. അപ്പൊ ഇതാണ് ഷോള് വരുന്നത്. ഓക്കെ, ഷോളും ഇതാണ്. ഷോള് നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഇതെല്ലാം ഹെവി വർക്കാണ്. അപ്പോൾ ഇത്രയും നല്ല വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് ഉണ്ട്. പിന്നെ സ്കേർട്ട് നല്ല വെയിറ്റ് ഉണ്ട്. സ്കേർട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ സ്കേർട്ടിനാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ അവര് കണ്ടോ. ഇങ്ങനത്തെ ഈ സാധനം ഉണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലത്തെ കുറെ സംഭവം അടിയിൽ ലെയർ 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 കണക്കാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെയിറ്റ് ആയിരുന്നു. ഇത് ഇട്ട് നിൽക്കാൻ തന്നെ, നിൽക്കാനും ഇരിക്കാനും പ്രയാസമാണ് സംഭവം. ഇത് നല്ല നമ്മുടെ മുട്ടിന്റെ ആ ഭാഗം തൊട്ടേ ഈ വർക്കും ഈ സംഭവം അടിയിൽ. അപ്പൊ ഇരിക്കാൻ നല്ല പ്രയാസം. ഇരിക്കാനും പ്രയാസം, നിൽക്കാനും പ്രയാസം. നല്ല വെയിറ്റ് ആയിരുന്നു. നടക്കാനും ഷൂട്ടിനായാലും. നല്ല മഴ. ഒന്നാമത് ഞങ്ങളുടെ റിസപ്ഷൻ സമയത്ത് നല്ല മഴയായിരുന്നു. ആ മഴയിൽ ഇതും കൊണ്ട് നടക്കാനും ഷൂട്ടിനും എല്ലാം നല്ല പ്രയാസപ്പെട്ടു. എങ്കിലും സംഭവം നല്ല വർക്കാണ്. നല്ല കൊള്ളാം, നല്ല കളറാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഇത് വന്നത് ഇതിന്റെ വെയിറ്റ് കൊണ്ടാണ് എന്റെ സ്കേർട്ട് ഇങ്ങനെ താന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എനിക്ക് അതിലൊരു കംഫർട്ട് കുറവുണ്ടായിരുന്നു. അല്ലാതെ ഇതും അവർ നന്നായിട്ട് നല്ല സ്റ്റിച്ച് ചെയ്ത് എന്റെ കറക്റ്റ് അളവിന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നു. അപ്പൊ ഇത് നല്ല ഹെവി വർക്കാണ് സ്കേർട്ട്. സ്കേർട്ട് ടോപ്പിലൊക്കെ മേളിലോട്ടൊക്കെ വന്നിട്ട് വലിയ പ്രശ്നമില്ല. മേൾ പോർഷനിൽ വലിയ കുഴപ്പമില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ ഡോട്ട് 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 ആണ്. താഴെയാണ് ഹെവി വർക്കും നല്ല വെയിറ്റ്. കണ്ടോ, ഇത് നമ്മുടെ മുട്ടിന്റെ ആ പോർഷൻ തൊട്ടേ ഉണ്ട്. കണ്ടോ, ഇവിടം തൊട്ടേ ഒരു കട്ടി സംഭവമാണ്. ഇവിടം തൊട്ടേ വർക്കാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻസ് പോസ് ചെയ്താണ്. കണ്ടോ, ചെറിയ ചെറിയ ഡിസൈൻസ്. ഇവിടെ എല്ലാം പൂക്കളുടേത് ഇങ്ങനെ നല്ലൊരു കളറും നല്ല മോഡലും. ഇതൊറ്റ സംഭവം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്, അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത സംഭവം. ഇതിന്റെ എനിക്ക് പിന്നീട് വേണമെങ്കിൽ ഇതിന്റെ അടിയിലുള്ള സംഭവം എടുക്കാം. ഞാനിത് ഒരിക്കൽ പെരുന്നാളിന് പള്ളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മാരേജ് കഴിഞ്ഞതിന് ശേഷം. കഴിഞ്ഞ വർഷം കാണുമ്പോൾ ഞാൻ ഇട്ടു. അപ്പൊ ഇതില് വേണമെങ്കിൽ എനിക്ക് ഇതിന്റെ അടിയിലുള്ള സംഭവങ്ങൾ മാറ്റാം. ഈ ഒരു കട്ടി പേപ്പർ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ മാറ്റിയിട്ട് ഇതെനിക്കൊരു ഇതായിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിടക്കത്തക്ക രീതിയിലാക്കി എടുക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിപ്പോ കളറ് ഓരോ കളറും ഉണ്ട്. പീച്ച് കളറുണ്ട്, ലാവൻഡർ ഉണ്ട്, പിന്നെ പിസ്ത ഗ്രീൻ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ വേറെ ടോപ്പ് വെച്ച് പെയർ ചെയ്യുകയും ചെയ്യും. ആ ടോപ്പായാലും അങ്ങനെ, ടോപ്പിലും ഈ കളേഴ്സ് ഉള്ളത്, ഇങ്ങനത്തെ ഈ കളേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് എനിക്ക് ഇത് വെച്ചിട്ട് പെയർ ചെയ്യാം. വേറെ ഡ്രസ്സുമായിട്ട് പെയർ ചെയ്യാം. ഞാനിതുവരെ ട്രൈ ചെയ്തില്ല, ട്രൈ ചെയ്യണം. അപ്പൊ ഇതാണ് എൻ്റെ റിസപ്ഷൻ ഡ്രസ്. ഇത് സ്കർട്ട്, ടോപ്പ്, ഷോൾ. ഇതാണ് ഇത്ര ഇതിൽ നല്ല വെയിറ്റ് ഉള്ള സംഭവം. ഇതായിരുന്നു. ഇത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ പേപ്പർ കണക്കാം, മടക്കി വെക്കാനൊക്കെ പ്രയാസം. ഇങ്ങനെ ഇരിക്കും, ഭയങ്കര കട്ടിയാണ്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഡ്രസ്സ് വരുന്നത്. അപ്പൊ ഞാൻ എല്ലാം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ എൻഗേജ്മെന്റ് കാണിച്ചു. എൻഗേജ്മെന്റ് 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് കാണിച്ചു. പിന്നെ വെഡ്ഡിങ്ങിന്റെ തലേന്നിട്ടത് കാണിച്ചു, വെഡ്ഡിംഗ് ഡ്രസ്സ് കാണിച്ചു, മന്ത്രകോടി കാണിച്ചു, റിസപ്ഷൻ ഡ്രസ്സ് കാണിച്ചു. വീഡിയോ ലോങ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ലോങ് ആയെന്നാണ് തോന്നുന്നത്. കുറെ ദിവസമായി ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ, ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് വെയിലത്തോട്ട് ഇടാന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോസും കൂടെ ചെയ്തിടാം അന്ന് വെഡ്ഡിങ്ങിന്റെ. കാരണം അന്ന് എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് യൂട്യൂബ് ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അന്ന് ഇതൊന്നും അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടതേ ഉള്ളൂ. നമ്മുടെ വെഡ്ഡിങ്ങിന്റെ ഇട്ടില്ല എന്ന് തോന്നുന്നു, ഓർമ്മയില്ല, നോക്കാം. അപ്പൊ ഞാനിങ്ങനെ ഇട്ടതേ ഉള്ളൂ വീഡിയോസ്, ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ തലേന്നുള്ളതും ഒക്കെ ഇട്ടതേ ഉള്ളൂ. അല്ല അന്ന് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെയും അവരവരുടെ ഇഷ്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്റെ ഇഷ്ടത്തിന്, എന്റെ സന്തോഷത്തിന് ഞാൻ ചെയ്തു. ഞാൻ ഹാപ്പിയാണ്. പിന്നെ അടുത്ത് എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇതിങ്ങനെ എന്റെ അലമാരയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട് പാലിച്ച കഴിഞ്ഞപ്പോൾ 1 month ആയി. ഇങ്ങനെ എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ കുറച്ചുകൂടെ ഒന്ന് അടുക്കിയൊക്കെ വെക്കാം, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞ് എടുത്തതാ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.